ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ച് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചു. ഒരു ബാക്കിയെടുത്ത് ഞാൻ വെച്ചൊരു കുരുമുളകൊക്കെ ഇട്ട് പെരിഞ്ചീരകമൊക്കെ ഇട്ട് ഒരു കോഴിക്കറി ഉണ്ടാക്കാമെന്ന്. പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പം ഞാൻ ഈ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ പെരിഞ്ചീരകം മാത്രമൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എനിക്കതൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പെരിഞ്ചീരകത്തിൻ്റെ ഇതൊക്കെ. അപ്പം ഞാൻ കുരുമുളക് ചതച്ചും പെരിഞ്ചീരകമൊക്കെ ചേർത്ത് ഒരു കോഴിക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഞാൻ കുറച്ച് കോഴി കഷ്ണങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കഷ്ണത്തിലേക്ക് നമുക്ക് വേണ്ട കുരുമുളക് ചതച്ച്, അത് ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ചതച്ചത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണുണ്ട്. നിറയെ ഇല്ല, എന്നാലും ഏകദേശം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കണം. 1/2 മണിക്കൂർ ഇത് പിടിച്ച് ഫ്രിഡ്ജിലിരിക്കട്ടെ. ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കത്തുള്ളൂ. ഒരു കടായി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇടണം. ഞാൻ ചിക്കൻ്റെ അളവ് കുറവായതുകൊണ്ട് 2 സവാള എടുത്തിട്ടുള്ളത്. സവാള ഒരു ശകലം വാടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം, ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. സവാള ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് ഒന്ന് മൂപ്പിക്കാം. ഏകദേശമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ഗരം മസാല 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകപ്പൊടി നിറയെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരല്പം ഗരം മസാല, പെരിഞ്ചീരകം പൊടിച്ചതാണ് മുമ്പേ ചേർത്ത്. അതിൻ്റെ കൂടെ ഞാനൊരു ശകലം പെരിഞ്ചീരകം അല്ലാതെ, കാരണം ഇത് നമുക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാനൊരു ശകലം പെരിഞ്ചീരകമായിട്ട് വിട്ടു. പിന്നെ 1 സ്പൂൺ നിറയെ പെരിഞ്ചീരക പൊടിയും ചേർത്തു. നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ഇടണം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കണം, ഉപ്പുണ്ടോ എന്ന്. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചതച്ചതും ഒക്കെ ചേർത്ത് പുരട്ടി വെച്ചിരുന്ന ചിക്കന് അതിലേക്ക് ഇടണം. ഇതിന് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിപ്പം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ചിക്കനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊന്ന് വേവായി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കണം. നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇതിനകത്തൊരു ശകലം പോലും വെള്ളം ഒഴിക്കേണ്ട, ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് വെന്താൽ മതി. പക്ഷെ ഇപ്പം ഇവിടെ അപ്പത്തിനെടുക്കുന്നതായതുകൊണ്ട് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിക്കും. നമുക്ക് ചാറ് വേണ്ടതുകൊണ്ട് വെള്ളം ഒഴിക്കും. ശരിക്കും ഇത് വെള്ളം ഒഴിക്കാതെ നമ്മൾ അതിങ്ങനെ മൊരിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് ചേർക്കണം, വീണ്ടും കുരുമുളകൊക്കെ ചേർക്കണം ഇതിനകത്ത്. ശരി, നമുക്ക് ബാക്കി വേവ് നമുക്ക് തുറന്ന് വെച്ചാൽ മതി, അടച്ചു വെക്കണ്ട. ഇത് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ചൊരു തിളയും കൂടെ വന്നു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വേവും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം വെളിച്ചെണ്ണയും അതിനകത്തും കുറച്ച് പെരുംജീരകവും കുരുമുളക് പൊടിയും കൂടിയിട്ട്
നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് പെരുംജീരകം പൊടി ഇട്ടപ്പോൾ ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ടായിരുന്നു. അങ്ങനെ ഇടണമെന്ന് താല്പര്യം ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ ചെയ്താലും മതി. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പെരുംജീരകം, കൂടുതൽ കടിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇനി അഥവാ അതിനോട് കൂടി താല്പര്യം ഇല്ലെങ്കിൽ പെരുംജീരകം പൊടി ഇട്ടിട്ട് ലാസ്റ്റ് ഇതുപോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് പെരുംജീരകം വറുത്തിട്ടാൽ മതി. കുറച്ച് കുരുമുളക് പൊടി, വറുത്തതും കൂടെ ഇതിലേക്ക് ഇട്ടു. ഇതിപ്പം നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അപ്പമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്രയും ചാറ് വെക്കുന്നു. ഇത് ചാറ് വെള്ളം ഒഴിക്കാതെ അതിന് മുമ്പൊരു സ്റ്റേജ് ഞാൻ കാണിച്ചായിരുന്നല്ലോ, അങ്ങനെ തന്നെ നമ്മളിങ്ങനെ വേവിച്ച് മുരിച്ചെടുത്ത് ലാസ്റ്റ് പെരുംജീരകവും കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്തിരിച്ചിട്ട് വെളിച്ചെണ്ണയിലകത്ത് അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഇത് മുരിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് തരണേ.